നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ഫേഷ്യൽ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് അതുപോലെ ടോട്ടൽ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ്സിന് വേണ്ടി നമ്മൾ കഴിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റായിട്ട് പറയുന്നത് വെള്ളമാണ്. വെള്ളം ശരിയായിട്ട് കുടിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം പല രീതിയിലാണ് കുടിക്കുന്നത്, ലിറ്റർ കണക്കാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു വാം വാട്ടർ കുടിക്കുക, ചെറിയൊരു ചൂടുവെള്ളം. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. കുടലിലെ ബാക്ടീരിയാസിനൊക്കെ നല്ലതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ മോഷനൊക്കെ ശരിയാവാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ മറ്റുള്ള സമയത്തൊക്കെ സാധാരണ വെള്ളം കൂടി പ്ലെയിൻ വാട്ടർ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഉറക്കം ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ രാത്രി കിടക്കാൻ നേരത്ത് വെള്ളം കുടിക്കുക, അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സാധാരണ പ്ലെയിൻ വാട്ടറിൽ നിങ്ങൾ മുഖം മുക്കി വെക്കുക. നമ്മുടെ ചെവിയുടെ ഭാഗം വരെ നമ്മൾ മുങ്ങി വെക്കുക. അപ്പോൾ നമ്മൾ കുളത്തിൽ മുങ്ങുന്ന പോലെ ചെവി മുങ്ങണ്ട, മറ്റുള്ള ഭാഗങ്ങൾ ഒക്കെ മുങ്ങും. അപ്പോൾ നമ്മൾ അത് അങ്ങനെ വെച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുക. മാക്സിമം നമുക്ക് എത്ര സെക്കൻഡ് വരെ നിൽക്കാൻ പറ്റും നോക്കുക. ചില ആളുകൾക്ക് മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തുടക്ക സമയത്തൊക്കെ ഒരു 20 സെക്കൻഡ്സ് ഒക്കെ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്ര ചെയ്യുക. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് സാഗിങ്, അതുപോലെ പഫിനെസ്, സ്കിന്ന് ഫേസിൽ തൂങ്ങിയിട്ടുള്ള അങ്ങനെ ബൾജ് ചെയ്തൊക്കെ നിൽക്കുന്നതിന് ഒരു ഹെൽത്തി രീതിയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമതായിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ലെമണാണ്. നമ്മുടെ ചെറുനാരങ്ങ, അതുപോലെ നെല്ലിക്ക, ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുക, സ്ഥിരമായിട്ട് ഉപയോഗിക്കുക, ഡെയിലി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിലായിട്ടോ വെള്ളത്തിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന റിങ്കിൾസ്, നമുക്ക് ഏജ് ആകുമ്പോൾ ഒരു 30+ ഒക്കെ ആകുമ്പോൾ നമുക്ക് റിങ്കിൾസ് വരും, ചുളിവ് വരും, അതുപോലെ ഈ സ്കിന്നിൽ വര വരും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വൈറ്റമിൻ സി നല്ലതാണ് നമുക്ക്. പിന്നെ നല്ല ഒരു ഹെൽത്തി ആയിട്ട് ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും വൈറ്റമിൻ സി നല്ലത്. നാലാമത്തേതായിട്ട് നിങ്ങൾ കഴിക്കേണ്ട, നമ്മൾ കേരളക്കാരൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഫിഷ്, മീൻ നന്നായിട്ട് ഉപയോഗിക്കുക. മീൻ നന്നായിട്ട് ഉപയോഗിക്കാനുള്ള പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കൊളജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഫിഷ്. അപ്പോൾ ഫിഷ് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പ്രധാന പ്രോട്ടീൻസ് ആയിട്ടുള്ള കൊളജൻ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി നിങ്ങളൊരു റുട്ടീനായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.